ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ധനുഷിന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. സോ ഇതിന്റെ ഡയറക്ടർ അരുൺ മതീശ്വരനാണ്. അരുൺ മതീശ്വരനെ നിങ്ങൾക്ക് ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ് പരിചയപ്പെടുത്തണം തോന്നുന്നില്ല. റോക്കി, സാനികായുധം എന്ന് പറയുന്ന സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റാർട്ട് കിട്ടിയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. സോ അദ്ദേഹവും ധനുഷും കൂടി ഒന്നിക്കുന്ന സമയത്ത് ഇതിന്റെ ക്യാപ്റ്റൻ മില്ലറിന്റെ ഓരോ അപ്ഡേഷനും വൻ രീതിയിൽ ആരാധകരെ ഏറ്റെടുത്ത് കൊണ്ടാടിയിട്ടുള്ള ഓരോ സംഭവങ്ങളാണ്. എസ്പെഷ്യലി ധനുഷിന്റെ ഒക്കെ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡയറക്ടറും കൂടിയാണ്. അതായത് കൊമേഴ്ഷ്യൽ സൈഡുള്ള ധനുഷ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആ ഒരു സൈഡ് ഗംഭീരമായിട്ട് യൂസ് ചെയ്യാൻ കെൽപ്പുള്ള ഒരു ഡയറക്ടറാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് ക്ലാസ് ആയിട്ടുള്ള പല കാര്യങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലാണ്ട് പാൻ ഇന്ത്യൻ ലെവലിലൊക്കെ റീച്ച് കിട്ടേണ്ട ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി ക്യാപ്റ്റൻ മില്ലർ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദ്യം തന്നെ പറയുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ അരുൺ മതീശ്വരന്റെ സിനിമ എന്ന് പറയുന്ന സമയത്ത് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ടാവും. അതിന്റെ ഒപ്പം തന്നെ ഗംഭീരമായിട്ടുള്ള വയലൻസും ആ ഒരു സിനിമയ്ക്കകത്ത് ഉണ്ടാവും. ഇത് രണ്ടും കൂടിയിട്ട് ഈ ഒരു സിനിമയ്ക്കകത്ത് കിട്ടിയെന്നുള്ളതാണ്. അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ശിവരാജ് കുമാർ ഉണ്ട്, പേരറിയാത്ത ഒരുപാട് നടന്മാരുണ്ട്. ഏറ്റവും എന്താ പറയുക, ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരെ ജീവിച്ചഭിനയിച്ച കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പെർഫോമൻസുകളിലൊന്നാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് ധനുഷിന്റെ. വളരെ സർട്ടിലായിട്ട് പോകുന്ന രീതിയിലുണ്ട്, വളരെ വയലന്റ് ആയിട്ട് പോകുന്ന രീതിയിലുണ്ട്. എന്താ പറയുക, ഒരു വികാരം ഇല്ലാതെ നിൽക്കുന്ന ഓരോ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ധനുഷൊക്കെ വേറെ ലെവലിൽ ചെയ്തിട്ടുണ്ട്. ധനുഷിന്റെ ഏട്ടനായിട്ടാണ് നമ്മുടെ ശിവരാജ് കുമാറിന്റെ ക്യാരക്ടർ വരുന്നത്. ആ ഒരു ക്യാരക്ടറൊക്കെ 3-4 സീനിനകത്തേ ഉള്ളൂ. ഈ ഒരു 3-4 സീനിനകത്ത് ശിവരാജ് കുമാർ അഴിഞ്ഞാടിയിട്ടുണ്ട്. അഴിഞ്ഞാടുക എന്ന് പറഞ്ഞാൽ അഭിനയിച്ചഴിഞ്ഞാടി എന്നുള്ളതാണ്. വേറൊരു സീനിനകത്ത് ഗംഭീരമായിട്ട് വേറൊരു അഴിഞ്ഞാട്ടം വേറെ ഉണ്ട്. പക്ഷെ ശിവരാജ് കുമാറും ധനുഷും തമ്മിലുള്ള ഫസ്റ്റത്തെ കോമ്പിനേഷൻ സീൻ തന്നെ ഉണ്ടല്ലോ, മനസ്സിൽ അങ്ങോട്ട് കയറി പറ്റും. അത്തരത്തിലുള്ള കിടിലൻ ഡയലോഗുകളുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിനിമ സംസാരിക്കുന്നത് പണ്ടത്തെ കാലത്ത് ബ്രിട്ടീഷ് ഭരണകാലത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് സംസാരിക്കുന്നത്. ഈ ഒരു സിനിമയ്ക്കകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, 700 പേരെ കൊല്ലുന്ന സീനൊക്കെ ഉണ്ട്. 700 പേരെ കൊല്ലുന്നത് വിശ്വസനീയമായിട്ടുള്ള രീതിക്കാണ് അവർ അത് ആ ഒരു വയലൻസും കാര്യങ്ങളും, ബ്ലഡ് ബാത്ത്, ബോംബ് ബ്ലാസ്റ്റ്, ഇതൊക്കെ കാണിച്ചിരിക്കുന്നത്. ഞാൻ അതിനു മുമ്പ് ഇങ്ങനൊരു സീക്വൻസ് ഇന്ത്യൻ സിനിമയിൽ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയണം. കാരണം നമുക്ക് എവിടെ ഫീൽ ചെയ്യില്ല ഇതിൽ 700 പേരെ കൊല്ലുന്നു എന്നുള്ളൊരു ഫീലൊന്നുമില്ല. അങ്ങ് വെട്ടി നിരത്തി പോവാണ്, വെട്ടി വെച്ചിട്ട് വെട്ടിക്കൊല്ല്, ബോംബ് ബ്ലാസ്റ്റ്, എൻ്റെ പൊന്ന് ചോര കളിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഗംഭീരമായിട്ടുള്ള ഈ പ്രകടനങ്ങളും, അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു സിനിമയുടെ തോട്ട് പ്രോസസ്സ് ഉണ്ട്. ആ ഒരു മെസ്സേജ് വർക്ക് കാര്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. എനിക്കിപ്പോൾ ഈ ഒരു സിനിമയെ കുറിച്ച് എടുത്ത് പറയാൻ ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു സാധനങ്ങളൊന്നും പറയാനില്ല. എല്ലാ മേഖലയും അടിപൊളിയാണ്. എന്തിനു പറയുന്നത്, ഞാൻ ആദ്യം മുതൽക്ക് പറയാം. ഈ ഒരു സിനിമ തുടങ്ങുന്ന ഫസ്റ്റ് ഷോട്ട് മുതൽക്കുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ധനുഷിന്റെ എൻട്രിയാണ്. ധനുഷിന്റെ ആ എൻട്രി മുതൽക്കുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെ വലിയൊരു ഫ്രഷ്നെസ് ആണ് ഈ ഒരു സിനിമ നമുക്ക് സമ്മാനിക്കുന്നത്. കാരണം നമ്മൾ അങ്ങനെ കേട്ട് പരിചരിച്ചിട്ടില്ലാത്ത ഒരു ഇൻട്രോ അല്ലെങ്കിൽ ഇൻട്രോ സോങ് എന്നൊക്കെ ഇൻട്രോ സോങ് അല്ല, ഇൻട്രോ ആ ഒരു മ്യൂസിക് എന്ന് പറയുന്നത് വളരെയധികം ഫ്രഷ്നെസ് ആയിരുന്നു എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് കിട്ടിയുള്ളത്. പിന്നെ ധനുഷും ജി.വി. പ്രകാശും കൂടി തമ്മിൽ ഒന്നിച്ച് കഴിഞ്ഞാൽ പിന്നൊന്നും പറയണ്ട. ആ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണ്ടെന്നാണ് ഞാനൊക്കെ പണ്ട് മുതൽക്ക് എൻ്റെ മനസ്സിൽ കയറിയിട്ടുള്ള ആ ഒരു വിചാരങ്ങളൊക്കെ. സോ അത് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു കെമിസ്ട്രി ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ ധനുഷിനെ സംബന്ധിച്ച് എല്ലാ മേഖലയിലും എന്തൊക്കെ വേണം എന്നുള്ളത് ആൾക്കറിയാം. അപ്പം അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സിനിമോട്ടോഗ്രാഫർ ഇതിൽ സിദ്ധാർത്ഥ നുനി എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. സിദ്ധാർത്ഥ എന്ന് വിളിക്കാം. ആള് ഗംഭീരമായിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ കാര്യങ്ങൾ ചെയ്തു വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പരിപാടിയൊന്നും പോരാ. അതുപോലെ തന്നെ ഒരേ സമയം ബ്ലാസ്റ്റിങ്, വെട്ട്, കൊത്ത്, കൊല, അതുപോലെ തന്നെ സെന്റിമെന്റ്സിന്റെ ആ ഒരു സമയത്ത്, അതുപോലെ തന്നെ ഫ്രെയിംസ് കാണിക്കുന്ന ഒരു സീന്, എന്താ പറയുക, ഒരു 300 പേര് സമരത്തിനിരിക്കുന്ന 300 പേരെ കൊല്ലുന്ന സീനിനകത്ത് ആ ഒരു സീനിന്റെ ക്ലൈമാക്സ് പോർഷനിൽ ധനുഷ് ഇങ്ങനെ വലിയൊരു ആ ഒരു തീന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഷോട്ട്, എൻ്റെ പൊന്നും മോനെ സീൻ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ എടുത്തു പറയാവുന്ന ഒരുപാട് സീക്വൻസ് ഉണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. അതുപോലെ തന്നെ വേറെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടൊരു പയ്യൻ വരും ധനുഷിന്. അപ്പം മൂപ്പരുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ബോംബെടുത്തെറിയലാണ്. അതുപോലെ തന്നെ മറ്റേ റോക്കറ്റ് വിടുന്ന പരിപാടി. എൻ്റെ മോനെ, അങ്ങേർക്ക് വരെ സൂപ്പർ സ്വാഗ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ പ്രിയങ്ക മോഹൻ അങ്ങനെ നോട്ടബിൾ ആയിട്ടുള്ള വർക്കുകളൊന്നും
ചെയ്യാത്തൊരു ആക്ട്രസ് ആണ്. പക്ഷെ ഈ ഒരു സിനിമയ്ക്കകത്ത് ഗംഭീരമായിട്ട് തന്നെ അവർക്ക് കൊടുത്തൊരു സാധനത്തിന്റെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. അവർ ഭയങ്കര സർക്കിളായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്, ഓവറാക്കാതെ, ഒരു ക്യാരക്ടർ ഓവറാക്കാതെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ എഡിറ്റിങ്, ട്രാൻസിഷൻ സീൻസ് വരുന്നതും അതുപോലെ തന്നെ കട്ട്സ് വേഗം വേഗം പോയി മറിഞ്ഞും വരുന്ന സീക്വൻസുകളിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ആ എഡിറ്റിങ് ചെയ്തിരിക്കുന്നത് നഗൂരൻ രാമചന്ദ്രൻ അങ്ങനെ എന്തുവാണ് പറഞ്ഞിട്ടുള്ളത്. ആള് ഗംഭീരമായിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് ചെയ്തിരിക്കുന്നത്. ആ ഒരു സിനിമയ്ക്ക് ഒരു പേസ് ഉണ്ട്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ലിറ്റിൽ ബിറ്റ് ഹൈ ആണ്, കാരണം ഒരു 1.5 മണിക്കൂറോളം ഉണ്ട് ഇതിന്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് ചട്ടപ്പുട്ടുക്കൻ അങ്ങോട്ട് തീരും പടം. എൻ്റെ അമ്മ എന്താ സ്പീഡ്. ഫസ്റ്റ് ഹാഫ് ആ ഒരു ബിൽഡപ്പാണ്, ധനുഷിന്റെ ക്യാരക്ടർ എന്താണെന്നുള്ള ആ ഒരു ബിൽഡപ്പ് കൊണ്ടുവന്ന് സെക്കൻഡ് ഹാഫ് അഴിഞ്ഞാട്ടമാണ്. ധനുഷിന്റെ മാത്രമല്ല എല്ലാവരുടെയും, സ്ക്രീനിനകത്ത് വരുന്നവനും പോകുന്നവനും മരിക്കുന്നവനും ജീവിക്കുന്നവനും ഒക്കെ അഴിഞ്ഞാടിയിട്ടുള്ള ഒരു കിട്ടിലും പ്രകടനം, കിണ്ണം കാഴ്ച പ്രകടനം. ഇതിൻ്റെയൊക്കെ ആർട്ട് വർക്ക് ആരാണ് ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല. ഒരു സീനിൽ പോലും നമുക്ക് എന്താ പറയുക മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തക്ക രീതിയിൽ. ഞാൻ ഈ ഒരു ആദ്യത്തെ തവണ കാണുന്ന സമയത്തൊന്നും എനിക്ക് എവിടെ മിസ്റ്റേക്കുകൾ പോയിട്ട് എനിക്കൊരു തേങ്ങയും, ഡ്രസ്സിലാണെന്നുണ്ടെങ്കിലും ഡ്രസ് കോഡ്സിൽ, അതുപോലെ തന്നെ എന്താ സെറ്റ് ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ, അത് അത്രയും പഴയ കാലമാണ് സെറ്റ് ഇട്ടിരിക്കുന്നതൊക്കെ. സോ അതിൽ വണ്ടികളിൽ വന്നിരിക്കുന്നത് ധനുഷിന്റെ ഒരു ബൈക്കൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നുമോനെ സ്വാഗ് എന്നൊക്കെ പറഞ്ഞ വേറെ ലെവൽ. എനിക്ക് റോക്കി ബായുടെ ബൈക്കിന് ശേഷം കട്ട ആരാധന തോന്നിയിട്ടുള്ള ഒരു ബൈക്ക്. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഷോട്ടൊന്നുമില്ല, പക്ഷെ കാണിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലെ ഒരു ബൈക്ക് സ്നേഹി ഉണർന്നു പോകും. അത്തരത്തിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. സോ എല്ലാം കൊണ്ടും ഗംഭീര ക്രാഫ്റ്റിംഗ് നടന്നിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് ക്യാപ്റ്റൻ മില്ലർ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതെന്തായാലും നല്ലൊരു പാൻ ഇന്ത്യൻ ലെവലിൽ റീച്ച് കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കന്നഡ ഇൻഡസ്ട്രിയിലൊക്കെ ശിവരാജ് കുമാർ ഉള്ളതുകൊണ്ട് എന്തായാലും നല്ല രീതിക്ക് ഓടാൻ സാധ്യതയുള്ള ഒരു കിട്ടിലൻ പടം, കിട്ടിലൻ ക്ലാസ് ആൻഡ് മാസ് ആയിട്ടുള്ള ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു സിനിമയായിട്ടാണ് ക്യാപ്റ്റൻ മില്ലർ എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കിട്ടിലൻ ഗംഭീരമായിട്ടുള്ള തിയേറ്ററിനകത്ത് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.